നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്കാണ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് നാളെ കോടതി പരിഗണിക്കും. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിലുള്ള ഉത്തരവ് നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുൾ റഹീമിനോടൊപ്പം കുടുംബവും മലയാളികളും. കഴിഞ്ഞ നവംബർ 17-ന് അബ്ദുറഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് ഡിസംബർ 8-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. നാളെ കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാകാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. നാളെ ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുറഹീം ജയിൽ മോചിതനാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം. റിയാധനമായ 15 മില്യൺ റിയാൽ മലയാളികൾ സ്വരൂപിച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. അബുദാബിയിൽ ഡ്രൈവറില്ലാ ടാക്സി പുറത്തിറക്കി യൂബർ. വി റൈഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായാണ് യൂബർ ഡ്രൈവറില്ലാ ടാക്സി അവതരിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത മേഖലയിലാണ് പദ്ധതി നടപ്പാക്കുക. അബുദാബി, സാദിയത്ത് ഐലൻഡ്, യാസ് ഐലൻഡ്, സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭ്യമാവുക. നവീന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനും ഗതാഗത രംഗത്തെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള പ്രയാണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് അബുദാബി മൊബിലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുള്ള അൽ ഗാഫ്ലി പറഞ്ഞു. ഊബർ എക്സ് അല്ലെങ്കിൽ ഊബർ കംഫർട്ട് സർവീസ് എന്നിവയിലൂടെ ഡ്രൈവറില്ലാ ടാക്സി ബുക്ക് ചെയ്യാനാകും. കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ചുറ്റുമുള്ള വസ്തുക്കളെ തിരിച്ചറിഞ്ഞ് സുരക്ഷിത യാത്ര സാധ്യമാക്കുന്നതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് കാറിൽ ഉണ്ടാവുക എന്ന് വി റൈഡ് അധികൃതർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ സുരക്ഷാ ഓപ്പറേറ്റർ വാഹനത്തിൽ ഉണ്ടാകുമെങ്കിലും അടുത്ത വർഷം അവസാനത്തോടെ പൂർണ്ണ തോതിൽ ഡ്രൈവർ ഇല്ലാതെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചരിത്ര നിമിഷമെന്ന് ഭാരതീയ കത്തോലിക്ക സഭ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസ അറിയിച്ചു. This is Cardinal George Kuvakad from the Secretary of State. He is responsible for organizing the papal journeys. He's also dressed differently to some of the other cardinals. He's also an Eastern Catholic. He's from the Syro-Malabar Church in India. You can see even he's not received the same biretta as the other cardinals, but instead what looks like some headgear from his own tradition. ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് ഇത് അഭിമാന നിമിഷം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 ചടങ്ങുകൾ ആരംഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരാണ് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. ഇന്ത്യൻ സഭാചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെയും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെയും സഹകാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് 24. വത്തിക്കാനിൽ ചടങ്ങുകൾ നടക്കുന്ന സമയം ഇടവക പള്ളിയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമോട് ലൂർദ് മാതാ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷവും നടന്നു. സജോ ദേവസ്യ മാമോട് ലൂർദ് മാതാ പള്ളിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയായ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ പള്ളിയിലാണ്. ഇടവക അംഗങ്ങൾ, ഇടവക സമൂഹമൊക്കെ വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ പദവിയിൽ മാർപ്പാപ്പ കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള കർദിനാൾ തിരുസംഘത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്രതീക്ഷിത നിയോഗമായിരുന്നു. അങ്ങനെ ഒരു സുപ്രധാന പദവിയിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് നമ്മളോടൊപ്പം ഇടവക വികാരി അച്ഛൻ തന്നെ ചേരുകയാണ്. അച്ഛൻ, ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു മുഹൂർത്തമാണ്. എന്താണ് മാമൂട് ലൂർദ് മാതാ ഇടവകയുടെ അംഗമായ ബഹുമാനപ്പെട്ട ജോർജ് കൂവക്കാട്ട് കർദിനാൾമാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇന്ന് ഇടവക മുഴുവൻ സന്തോഷത്തെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുകയായിരുന്നു. വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഇനി 23 വർഷങ്ങളെങ്കിലും കുറഞ്ഞത് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സഭയ്ക്ക്, സാർവത്രിക സഭയ്ക്ക്, സിറോ മലബാർ സഭയ്ക്ക് ഒക്കെ ഒത്തിരി നന്മ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ മാമൂട് ഇടവകയുടെ മുഴുവൻ പേരിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ആ പ്രാർത്ഥനയിലും ആശംസയിലുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആശംസയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എന്താണ് ഇപ്പോൾ അത്യുന്നതമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ വലിയ സന്തോഷത്തിലാണ് നിങ്ങളെന്നാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും ഈ നാട്ടിലേക്കുള്ള വരവിനെ ഓർത്തിരിക്കുക, ആ സ്വീകരണം നടത്താൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. ഇനിയുള്ളത് സ്വീകരണ പരിപാടിയാണ്. സ്വീകരണ പരിപാടി ഇടവകയുടെ വലിയതായിട്ട് നടന്നു. ഇനി കർദിനാളായിട്ട് വരുമ്പോൾ അതിരൂപതയുടെ വലിയ സ്വീകരണമുണ്ട്. ചങ്ങനാശ്ശേരി പോയി പങ്കെടുത്ത ആ സ്വീകരണ പരിപാടിയും ഒരു വലിയ പരിപാടിയായി തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അരുൺ നീണ്ടൂരിനൊപ്പം സജോ ദേവസ്യ, 24 കോട്ടയം. ദുബായ് നഗരം മുഴുവൻ നടന്നെത്താം. കാൽനട സൗഹൃദ നഗരമായി ദുബായ് ഉയർത്താനുള്ള ബൃഹത് പദ്ധതി ദുബായ് ഭരണാധികാരി പ്രഖ്യാപിച്ചു. ദുബായ് വാക്ക് എന്ന പേരിൽ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. എവിടേക്കും ഏത് കാലാവസ്ഥയിലും കാൽനടയായി എത്താൻ കഴിയുന്ന തരത്തിലുള്ള നഗരമായി ദുബായ് മാറ്റാനുള്ള പദ്ധതിയാണ് ദുബായ് വാക്ക്. UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 3300 കിലോമീറ്റർ നടപ്പാതകളും 110 നടപ്പാലങ്ങളും അടങ്ങുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കുക. ആദ്യഘട്ടത്തിൽ അൽബർഷ 2, ഖവാനിജ് 2, മിസാർ എന്നിവിടങ്ങളിൽ നടപ്പാതകൾ സജ്ജമാക്കും. പിന്നീടത് നഗരത്തിലെ വിവിധ താമസ കേന്ദ്രങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും. നഗരത്തിന്റെ പഴമയുടെ പ്രൗഢിയും പുതുമയുടെ കാഴ്ചകളും അറിഞ്ഞ് ഇവിടേക്കും നടന്നെത്താം. പുതിയ 3300 കിലോമീറ്റർ നടപ്പാതകൾ ഉൾപ്പെടെ 6500 കിലോമീറ്റർ കാൽനട യാത്രാ സൗകര്യമാണ് ദുബായ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ജലാശയങ്ങൾക്കരികിലൂടെ 112 കിലോമീറ്റർ നടപ്പാത, പച്ചപ്പ് കണ്ടു നടക്കാൻ സാധിക്കുന്ന 124 കിലോമീറ്റർ നടവഴി, 150 കിലോമീറ്റർ ഗ്രാമീണ മലയോര നടപ്പാത എന്നിവ പദ്ധതിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. UAEയുടെ 53ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് ഭരണാധികാരി പുസ്തകങ്ങൾ വിതരണം ചെയ്ത ടീം ടോളറൻസ് UAE രാജ്യത്തിന്റെ വളർച്ചയും രാജ്യം കൈവരിച്ച നേട്ടങ്ങളും അടങ്ങുന്ന പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികൾക്ക് സാദിഖ് അലി, സുൽഫിക്കർ അബൂബക്കർ, മുഹമ്മദ് റിഹാസ്, ബിപിൻ രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. UAE മുന്നോട്ട് വയ്ക്കുന്ന സഹിഷ്ണുത പ്രമേയമാക്കി നിരവധി പരിപാടികൾ ടീം ടോളറൻസ് നേരത്തെയും സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് ഫറോക്കിൽ മൈജിയുടെ 120ാമത്തെ ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഫറോക്ക് മുനിസിപ്പാലിറ്റി ചെയർമാൻ NC അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച ഓഫറുകളും വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മൈജി എക്സ് മാസ് സെയിലിന്റെ ആദ്യ നറുക്കെടുപ്പും നടന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മൈജി മാനേജ്മെന്റ് അറിയിച്ചു. ഓൾറെഡി ഏറ്റെടുത്തതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത്രയും ജനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല നല്ല ഓഫേഴ്സാണ് നമ്മൾ കൊടുത്തത്. ഇന്ന് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് 1300 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആദ്യം വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ അധിക ഡിസ്കൗണ്ടുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ കസ്റ്റമേഴ്സ്, ഫറൂഖിലുള്ള ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന് വളരെയധികം സന്തോഷം. ഈ ഓഫേഴ്സ് എല്ലാ മൈജിയിലും, കോഴിക്കോട് സിറ്റിയിലുള്ള എല്ലാ മൈജിയിലും അവൈലബിൾ ആണ്. ഖത്തറിലെ ലുലു ഗ്രൂപ്പ് ജീവനക്കാരൻ വയനാട് കൽപ്പറ്റ റാട്ടക്കൊല്ലി മാറാട്ടുകുളത്തിൽ റോയ് ദേവസ്യ അന്തരിച്ചു. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. അന്ത്യം 41 വയസ്സായിരുന്നു. ലുലു ഗ്രൂപ്പിൽ പർച്ചേസ് കോർഡിനേറ്ററായി ജോലി ചെയ്യുകയായിരുന്ന ദേവസ്യ 1 മാസം മുമ്പാണ് അസുഖത്തെ തുടർന്ന് നാട്ടിലേക്ക് പോയത്. 15 വർഷമായി ഖത്തറിലെ ലുലു ഗ്രൂപ്പിൽ ജീവനക്കാരനായിരുന്നു. അവിവാഹിതനാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ സെക്രട്ടറി MK ദേവസ്യാണ് പിതാവ്. റോയ് ദേവസ്യയുടെ മരണത്തിൽ ലുലു ഗ്രൂപ്പ് ഖത്തർ സഹപ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി. ദീർഘകാലമായി ഖത്തറിൽ പ്രവാസിയും അൽ അത്തിയ മോട്ടോഴ്സ് ചെയർമാൻ അബ്ദുൽ അസീസ് അൽ അത്തിയയുടെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന താഴേൽക്കുനിയിൽ അബ്ദുൽ റഹൂഫ് തങ്ങൾ ദോഹയിൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു.
ഫസൽ ബാഫക്കി തങ്ങളുടെ ഭാര്യ സഹോദരനാണ്. കോഴിക്കോട് പുതിയങ്ങാടിൽ താമസിക്കുന്ന റൌഫ് തങ്ങൾ തലശ്ശേരി മാഹി സ്വദേശിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന അബ്ദുൽ റഹൂഫ് ഖത്തറിലെ സ്വദേശികൾക്കിടയിലും ഇന്ത്യൻ സമൂഹത്തിലും ഏറെ പ്രിയങ്കരനായിരുന്നു. 146 വർഷത്തിലധികമായി അൽ അത്തിയ മോട്ടേഴ്സിലാണ് ജോലി ചെയ്തിരുന്നത്. മൃതദേഹം ഇന്ന് വൈകിട്ടോടെ അബു ഹമൂർ ഖബർസ്ഥാനിൽ ഖബറടക്കി. ഖത്തറിന്റെ സമുദ്രയാന പൈതൃകം വിളിച്ചോതുന്ന പരമ്പരാഗത പായ്ക്കപ്പൽ ഫെസ്റ്റിവൽ സന്ദർശകരെ ആകർഷിക്കുന്നു. ഖത്താറ സാംസ്കാരിക വില്ലേജിൽ നടക്കുന്ന 14ാമത് പായ്ക്കൽ മേളയിൽ അറബ് ലോകത്തെ സാംസ്കാരിക സമുദ്രയാന വൈവിധ്യവും പൈതൃകവും ആസ്വദിക്കാനാകും. മുത്തുവാരിയും മീൻ പിടിച്ചും ജീവിതം നയിച്ചിരുന്ന ഒരു തലമുറയുടെ ഓർമ്മകളും അവശേഷിപ്പുകളും അതുപോലെ പുനരാവിഷ്കരിക്കുന്നതാണ് ഖത്താറ പായ്ക്കപ്പൽ മേള. പത്തേമാരികളിൽ ഒരുപാട് കടൽ ദൂരങ്ങൾ താണ്ടി മറ്റു രാജ്യങ്ങളുമായി വാണിജ്യബന്ധം സ്ഥാപിക്കുകയും കടലാഴങ്ങളിൽ നിന്ന് മുത്തുവാരി പ്രൗഢിയുടെ ആഡംബര മികവ് ലോകത്ത് കാണിക്കുകയും ചെയ്ത ഒരു തലമുറയുടെ ജീവിതം ഇവിടെ ഇതൾ വിരിയുകയാണ്. മനുഷ്യ പ്രയത്നത്തിന്റെ തലമുറകൾ നീണ്ട ആ പാരമ്പര്യത്തോടൊപ്പം അറബ് ജനത അണയാതെ സൂക്ഷിക്കുന്ന സാമൂഹിക മൂല്യങ്ങളും പൈതൃകവുമെല്ലാം പുതുതലമുറയിലുള്ളവർക്ക് ഇവിടെ നിന്ന് അനുഭവിച്ചറിയാം. ഖത്തറിന് പുറമെ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഇറാഖ്, ഇന്ത്യ, താൻസാനിയ, ഇറാൻ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ നിറപ്പകിട്ടോടെയാണ് ഇത്തവണത്തെ ആഘോഷം. സമുദ്ര പൈതൃകം പ്രതിഫലിപ്പിക്കുന്നതിനായി മീൻവല നെയ്യുന്ന വിധം, ചെറുപായ്ക്കപ്പൽ നിർമ്മാണം, പനയോല കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വിധം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസ ശില്പശാലകളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. Some like ropes, we will take some from the tree, some things like ropes, and we will do it. മേളയിലെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഇത്തവണയും പതിവ് പോലെ കോഴിക്കോട് ബേപ്പൂരിലെ പരമ്പരാഗത ഒരു നിർമ്മാതാക്കളായ ഹാജി PI മുഹമ്മദ് കോയ എന്ന കമ്പനിക്ക് തന്നെ. ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും ഖത്തറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധം അദ്ദേഹം 24മായി പങ്കുവച്ചു. ലാസ്റ്റ് 14 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഖത്തർ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഖത്തറായിട്ട് പഴയ ബന്ധമാണ്, ഏകദേശം ഒരു 70-80 ഇയേഴ്സ് ഓൾഡ് കണക്ഷനാണ്. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണ്, ലോക്കൽ ഉണ്ടാക്കിയതാണ്. ബേപ്പൂരിൽ നിന്നുള്ള ടീം ഇവിടെ ബേപ്പൂരിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഒമാനിൽ നിന്നും മേളയിൽ പങ്കെടുക്കാനെത്തിയ മുഹമ്മദ് യാക്കൂബിന് കേരളത്തിൽ നിന്നുള്ള ടെലിവിഷൻ ചാനലാണ് എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം. കേരള പീപ്പിൾ ഗുഡ്, കൊച്ചി, കാലിക്കറ്റ് കുല്ലു ഗുഡ്, കേരള കുല്ലു ഗുഡ്. ഖത്തറിൻ്റെ പഴയ പൈതൃകങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ കൂടുതൽ നമുക്ക് അറിയാനും അതുപോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാൻ വലിയ ഉപകാരമാണ്. കുറച്ചുകൂടി കളർഫുള്ളാണ്. തനത് അറബ് വിഭവങ്ങൾ രുചിച്ചറിയാനുള്ള ഫുഡ് പവലിയനിലുമുണ്ട് നിറയെ മലയാളി സാന്നിധ്യം. അറബി വീട്ടിൽ നിന്ന് പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങളുമായി എത്തിയ പട്ടാമ്പിക്കാരായ ബഷീറും സംഘവും അറബ് മന്തിയും മജ്ബൂസുമൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. വളരെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരുണ്ട്, പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒമാന്, ഖലീജ് കംപ്ലീറ്റ് ആൾക്കാരുണ്ട്. ഹരീസുണ്ട്, മഗറൂബ, ചിക്കൻ ബിരിയാണി, മജ്ബൂസ്, വറഗാനം, അങ്ങനത്തെ ഐറ്റംസിലാണ് അറബി ഫുഡ് കൊടുക്കുന്നത്. അറബ് സമൂഹത്തിന്റെ സമ്പന്നമായ കലാവിഷ്കാരങ്ങൾ ആസ്വദിക്കാനും മേളയിൽ അവസരമുണ്ട്. അൽ നഹ്മ, അൽ ഫജ്രി ഉൾപ്പെടെയുള്ള സമുദ്ര കലാരൂപങ്ങളും ഗൾഫ് മേഖലയുടെ സമുദ്ര സാംസ്കാരിക വൈവിധ്യം ഉയർത്തിക്കാട്ടിയുള്ള ഒമാനി സമുദ്ര കലകളും സന്ദർശകരുടെ മനം കവരുന്നതാണ്. കടലോളം ആഴമുണ്ട് ഖത്തറിന്റെ പൈതൃകത്തിന്. ആ പൈതൃകവും പാരമ്പര്യവും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ഇത്തരമൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഖത്താറയിലെ ഫെസ്റ്റിവൽ നഗരിയിൽ നിന്നും അൻവർ പാലേരി, 24. ഗൾഫ് ഫോക്കസ് തുടരുന്നു. വൈദ്യുതി നിരക്ക് വർധനയിൽ അദാനി ബന്ധം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. UDF സർക്കാരിന്റെ കാലത്ത് 2016 ഒപ്പുവെച്ച ദീർഘകാല കരാർ ഇടതുപക്ഷ സർക്കാർ റദ്ദാക്കിയത് അദാനി ഗ്രൂപ്പിന് വഴിയൊരുക്കാനെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കരാർ റദ്ദാക്കിയതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകിയിരുന്ന 2 കമ്പനികളെ ഒഴിവാക്കി. പകരം അദാനിക്ക് കരാർ നൽകിയെന്ന ആരോപണം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്
യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കി. പകരം 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നതെന്നാണ് ആരോപണം. കരാർ റദ്ദാക്കിയ റെഗുലേറ്ററി കമ്മീഷനിൽ CPIM അനുഭാവികളാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളുകയാണ് വൈദ്യുതി മന്ത്രി. റെഗുലേറ്ററി കമ്മീഷൻ വിധിച്ചതിനെതിരെ 108 പ്രകാരം നമ്മൾ അധികാരം ഉപയോഗിച്ചു, അത് മാറ്റി. പക്ഷേ കമ്പനിക്കാരൻ തരാതെയായി, തരുന്ന സപ്ലൈ ചെയ്തവൻ തരാതെയായി. നിരക്ക് വർധനയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. 24 തിരുവനന്തപുരം. 8 വർഷത്തിനിടയിൽ 5 തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് ക്ഷണിച്ചു വരുത്തിയ വിനയാണ്. വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയതും അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറഞ്ഞതുമാണ് KSEBിയുടെ അധിക ബാധ്യതയ്ക്ക് കാരണം. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ ദീർഘകാല കരാർ എന്തിന് റദ്ദാക്കിയെന്ന ചോദ്യം ഇതിനകം തന്നെ പ്രതിപക്ഷം ഉയർത്തി. 24 എക്സ്ക്ലൂസീവ്. 2023 മെയ് 10 വരെ വൈദ്യുതി വകുപ്പിൽ എല്ലാം കൃത്യമായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ 30% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. ബാക്കിയുള്ള 70% പുറത്തുനിന്നും വാങ്ങുന്നതായിരുന്നു രീതി. ഇതിനായി 2015 മുതൽ 2040 വരെ 3 കമ്പനികളുമായി ദീർഘകാല കരാറുണ്ടായിരുന്നു. യൂണിറ്റിന് 4 രൂപ 26 പൈസയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നത് 2023 റദ്ദാക്കി. അക്കാലത്ത് കൃത്യമായി പറഞ്ഞാൽ 2020-2021 KSEBിക്ക് 900 കോടി രൂപയുടെ പ്രവർത്തന ലാഭവുമുണ്ടായിരുന്നു. പിന്നാലെ യൂണിറ്റിന് 8 രൂപ മുതൽ 12 രൂപ വരെ ഈടാക്കിയുള്ള ഹ്രസ്വകാല കരാർ നടപ്പിലാക്കി. ഇതോടെ സകലതും കീഴ്മേൽ മറിഞ്ഞു. കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഇത് അന്നേ കണക്കുകൾ നിരത്തി പറഞ്ഞതാണ്. ഒടുവിൽ വിവാദമായപ്പോൾ മുഖ്യമന്ത്രി തന്നെ ദീർഘകാല കരാർ തിരിച്ചു കൊണ്ടുവരണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് നിയമസഭയെ അറിയിച്ചു. എന്നാൽ കമ്പനികൾ കോടതി കയറി ചെറിയ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ദീർഘകാല കരാറിൽ നിന്നും രക്ഷപ്പെട്ടു. ചോദ്യങ്ങൾ രണ്ടുണ്ട്. ഒന്ന്, കോടികൾ ലാഭമുണ്ടാക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണോ ദീർഘകാല കരാർ ഉപേക്ഷിച്ചത്? 2, ഹ്രസ്വകാല കരാർ കൊണ്ട് ലാഭമുണ്ടാക്കിയതാര്? ഇതിനുള്ള ഉത്തരം എന്താണെങ്കിലും അധികഭാരം ചുമക്കേണ്ടി വരുന്നത് വൈദ്യുതി ഉപഭോക്താക്കളാണ്. മൾട്ടി ഇയർ താരിഫ്. ഈ വർഷം യൂണിറ്റിന് 16 പൈസ, അടുത്ത വർഷം 12 പൈസ. 3 വർഷത്തിനിടയിൽ 28 പൈസയുടെ വർധനവ്. സാധാരണക്കാരന്റെ നടുവൊടിയും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകളിൽ സമ്പൂർണ്ണ അവ്യക്തതയെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഫിനാൻസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ഇത്തവണ കോടതി കേട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറഞ്ഞു. ഈ വർഷം 95 കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത്. 677 കോടി രൂപ ബാക്കിയുണ്ട്. ഇതിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കാമെന്ന കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലായിരുന്നു. കൃത്യമായി അക്കൗണ്ടിംഗ് നടത്താത്തതാണ് ഇതിന് കാരണമെന്നും കോടതി വിമർശിച്ചു. ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണം. SDRF ഫണ്ടിലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക, ആവശ്യമായ തുക എന്നിവയുടെ കൃത്യമായ കണക്ക് ഹാജരാക്കാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച കണക്കുകൾ നൽകുമെന്ന് സർക്കാർ മറുപടി നൽകി. 24 കൊച്ചി. ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റേത് തൂങ്ങിമരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണം കൊലപാതകമെന്ന് K. നവീൻ ബാബുവിന്റെ കുടുംബം സംശയം ഉന്നയിക്കുന്നതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ലെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു പ്രതികരിച്ചു. നവീൻ ബാബുവിന്റെ ദേഹത്ത് സംശയകരമായ പരുക്കുകളോ മുറിവുകളോ ഇല്ല. ആന്തരാവയവങ്ങളിൽ അസ്വാഭാവികതയില്ല. K. നവീൻ ബാബുവിന്റേത് തൂങ്ങിമരണം തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തെ കുടുംബം തള്ളുകയാണ്. മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കുടുംബത്തെ അറിയിച്ചില്ലെന്നാണ് പരാതി. പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും കോഴിക്കോട് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധു അഡ്വക്കേറ്റ് അനിൽ P. നായർ. ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ശേഷമാണ് നമ്മൾക്കുമായിട്ട് ഫസ്റ്റ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചാർട്ട് എടുക്കാൻ വേണ്ടി വരുന്ന ആളല്ലേ.
കെ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്നലെ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നത്. 24 പത്തനംതിട്ട. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.